നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്കിടശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഭദ്രദീപം കൊളുത്തി പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്തു. SKSSF വിഖായ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിനായി ഇഫ്താർ ടെന്റുകൾ ഒരുക്കി. ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഭരണാനുമതി ലഭിച്ചു. CC മുകുന്ദൻ MLAയുടെ 2 പദ്ധതികളിലായാണ് അനുമതി ലഭിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. വെങ്കിടശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഭദ്രദീപം കൊളുത്തി പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്തു. തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ കേശവൻ നമ്പൂതിരി നവകാഭിഷേകം നടത്തി. പൊങ്കാല അടുപ്പുകളിലേക്ക് പകരാനുള്ള അഗ്നി തന്ത്രിവര്യൻ ബലിക്കൽപുരയിലേക്ക് നൽകി. ഇതിൽ നിന്നും അഗ്നി പാരപ്പൊങ്കാല അടുപ്പിലേക്കും മറ്റടുപ്പുകളിലേക്കും പകർന്നതോടെ പൊങ്കാല മഹോത്സവം ആരംഭിച്ചു. 100 കണക്കിന് ഭക്തമഹിളകൾ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. SKSSF വിഖായ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിനായി ഇഫ്താർ ടെന്റുകൾ ഒരുക്കി. ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. പ്രത്യേകം സജ്ജമാക്കിയ ഇഫ്താർ ടെന്റുകൾ റമദാൻ 30 ദിവസവും വഴിയാത്രക്കാർക്കായി വൈകിട്ട് 6 മണി മുതൽ ചേർപ്പ് മുത്തുളിയാൽ ഡ്രൈഗൽ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കും. കഴിഞ്ഞ വർഷവും SKSSF ഇഫ്താർ ടെന്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഖമറുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ, ഷാഫി, കമാൽ, അഷ്റഫ്, ഫർഹാൻ, മഫ്സൽ, സക്കീർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ 1.12 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. CC മുകുന്ദൻ MLAയുടെ 2 പദ്ധതികളിലായാണ് അനുമതി ലഭിച്ചത്. ഒന്നാമത്തെ പദ്ധതിയിൽ ബീച്ച് പാർക്കുകളായ സ്വപ്നതീരം ബീച്ച്, കഴിമ്പ്രം എന്നിവിടങ്ങളിൽ ഹെഡ് മാസ്റ്റ് സ്ഥാപിക്കാനും സ്നേഹതീരം ബീച്ച് തളിക്കുളത്ത് ഹെഡ് മാസ്റ്റും മിനി മാസ്റ്റ് സ്ഥാപിക്കാനും 14,36,225 രൂപയുടെയും അനുമതി ലഭിച്ചു. രണ്ടാമത്തെ പദ്ധതിയിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തിരുനിലം കോളനി, SN ട്രസ്റ്റ് സ്കൂൾ മുൻവശം, തൃപ്രയാർ മീനൂട്ടുകടവ് പരിസരം, പോളി ജംഗ്ഷൻ, നാട്ടിക ഫാമിലി ഹെൽത്ത് സെന്റർ പരിസരം, TSGA സ്റ്റേഡിയം മുൻവശം, വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ പുതിയ ആയുർവേദ ആശുപത്രിക്ക് മുൻവശം, പാർലം ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പുറം സെന്റർ ക്ഷേത്രം പരിസരം, മുള്ളക്കര മൂന്നില ക്ഷേത്രം പരിസരം, വെങ്ങിനിശ്ശേരി ഗാന്ധിനഗർ, ഐക്കുന്ന് ക്ഷേത്ര റോഡ്, അമ്മാടം പള്ളിക്ക് മുൻവശം, ചേർപ്പ് പഞ്ചായത്തിലെ പടിഞ്ഞാറെ പെരുമ്പളശ്ശേരി ഹെർബർട്ട് കനാൽ 8മുന സെന്റർ, GVHSS ചേർപ്പ് വഴി, കരുവന്നൂർ ജുമാ മസ്ജിദ്, ഊരകം ഹെൽത്ത് സെന്റർ, താന്നി ഗ്രാമപഞ്ചായത്തിലെ യാറത്തിങ്കൽ ജുമാ മസ്ജിദ്, അഴിമാവ് കടവ് പാലം പരിസരം, ശിബായിമുക്ക് പരിസരം, താഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഇൻഡോർ സ്റ്റേഡിയം മുൻവശം, ചിറക്കൽ കരൂപ്പാടം, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാൾ പരിസരം, ചെറുവത്തേരി ഹരിശ്രീ റോഡ്, ഗുരുജി നഗർ, നാങ്കുളംപാടം, അന്തിക്കാട് പഞ്ചായത്തിലെ മുറ്റിച്ചൂർ ശിവക്ഷേത്രം, പോലീസ് സ്റ്റേഷൻ പരിസരം, തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തളിക്കുളങ്ങര ക്ഷേത്രം മുൻവശം എന്നിവിടങ്ങളിലായി 30 ലൈറ്റുകൾക്ക് 97,07,995 രൂപയുമാണ് ഭരണാനുമതി ലഭിച്ചത്. കേരള സർക്കാർ സ്ഥാപനമായ സിൽക്ക് ഏജൻസിക്കാണ് പദ്ധതി നിർവഹണത്തിന്റെ ചുമതല. 3 മാസത്തിനുള്ളിൽ ഹെഡ് മാസ് മിനിമാസ് ലൈറ്റുകൾ എല്ലാം സ്ഥാപിക്കുമെന്ന് MLA CC മുകുന്ദൻ പറഞ്ഞു. മനക്കൊടിയിൽ വെച്ച് യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സഹോദരങ്ങൾ റിമാൻഡിൽ. 26 വയസ്സുള്ള പ്രത്യൂഷ്, 20 വയസ്സുള്ള കിരൺ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി സ്കൂട്ടറിൽ വരികയായിരുന്ന മനക്കൊടി സ്വദേശിയായ 25 വയസ്സുള്ള അഷയിനെ മനക്കൊടി കുന്ന് സെന്ററിൽ വെച്ച് തുറിച്ചു നോക്കിയതിന്റെ വിരോധത്താൽ മനക്കൊടി സ്വദേശികളായ
പ്രത്യൂഷ്, കിരൺ എന്നിവർ ചേർന്ന് കൈകൊണ്ട് മുഖത്തിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും നെഞ്ചിലിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. പ്രത്യൂഷിന്റെ പേരിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ 2016 ഒരു കവർച്ചാ കേസും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 2020 2 വധശ്രമ കേസും 2022 ഒരു കവർച്ചാ കേസും 2024 മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള കേസും നിലവിലുണ്ട്. കിരണിന്റെ പേരിൽ 2022 അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും 2021 മറ്റൊരു അടിപിടി കേസുമുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിത് ജോസി, പോലീസ് ഉദ്യോഗസ്ഥരായ ശിവകുമാർ, ഫൈസൽ എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. റോഡ് പണിയുടെ മറവിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വയൽ നികത്തുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. റോഡ് പണിയുടെ മറവിലുള്ള അനധികൃത വയൽ നികത്തൽ അവസാനിപ്പിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടന്റെ നേതൃത്വത്തിൽ വയലിൽ BJPയുടെ കൊടികുത്തി പ്രതിഷേധിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 15, 12 വാർഡുകളിലെ തളിക്കുളം പ്ലേയേഴ്സ് ഗ്രൗണ്ട്, പുനരധിവാസ കോളനി എന്നീ പരിസരത്തുള്ള വയലുകളാണ് നികത്തുന്നത്. റോഡ് പണിയുടെ മറവിൽ വയൽ നികത്തുന്ന അഴിമതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJPയുടെ പ്രതിഷേധം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജി ആലുങ്ങൽ, ബെന്നി അറയ്ക്കൽ, BJP നേതാക്കളായ പ്രേംദാസ് പുളിക്കൽ, ബിജോയ് പുളിയപ്ര, മഹേഷ്, തിലകൻ മാഷ്, റിനേഷ് പട്ടാലി എന്നിവർ പങ്കെടുത്തു. വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ അകവും പുറവും സൂക്ഷ്മതയോടെ വീക്ഷിച്ചാൽ ആർക്കും കാണാൻ കഴിയുന്നത് CPM-ന്റെയും RSSന്റെയും DNA കോൺഗ്രസ് വിരുദ്ധതയാണെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. കോൺഗ്രസ് നാട്ടിക 2ാം വാർഡ് കമ്മിറ്റി നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും താഴ്ത്തിക്കാണിക്കാൻ ഇരുകൂട്ടരും സന്ധി ചെയ്യുകയാണെന്നും മഹാത്മാഗാന്ധിയെ മറക്കാൻ നരേന്ദ്രമോദിയുടെ ഒരു രാജ്യഭരണത്തിനും കഴിയില്ലെന്നും തീരദേശ മേഖലയെ കോർപ്പറേറ്റുകൾ തീരെഴുതാൻ മോദിയും പിണറായിയും മത്സരിക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലന്യമാകുന്ന കാലം മോദി പിണറായി ഭരണത്തിൽ അതിവിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് 2ാം വാർഡ് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം MK അബ്ദുൽ സലാം മുതിർന്ന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. PL ജോമി മഹാത്മാഗാന്ധി കണ്ട ഇന്ത്യ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TV ഷൈൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, KR ദാസൻ, PC ജയപാലൻ, AK പത്മപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിയിൽ സൗജന്യ ജീരകക്കഞ്ഞി വിതരണം ആരംഭിച്ചു. ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള പള്ളികളിലേക്ക് റമളാൻ 30 ദിവസവും ജീരകക്കഞ്ഞി വിതരണം ചെയ്യും. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഏങ്ങണ്ടിയൂരിലെ പള്ളികളിൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ സൗജന്യമായി ജീരകക്കഞ്ഞി വിതരണം തുടരുമെന്ന് മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി, സെക്രട്ടറി ഇബ്രാഹിം കുന്നത്തുകായിൽ എന്നിവർ പറഞ്ഞു. ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിക്ക് കീഴിലുള്ള ഏങ്ങണ്ടിയൂർ ഏത്തായി സിദ്ദീഖ് പള്ളി, ചേറ്റുവ മഹലറ പള്ളി, നൂറുൽ മസ്ജിദ് നാലുമൂല, ചേറ്റുവ കിഴക്കുംപുറം പള്ളി, ചേറ്റുവ കടവ് കുടപ്പള്ളി എന്നീ പള്ളികളിലേക്കാണ് റമളാൻ 30 ദിവസവും ജീരകക്കഞ്ഞി വിതരണം ചെയ്യുക. ചേറ്റുവ മഹല്ല് ജമാഅത്ത് പള്ളിയിൽ റമളാൻ 30 ദിവസവും നോമ്പുതുറയ്ക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മഹല്ല് ഭാരവാഹികൾ പറഞ്ഞു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ് കൊട്ടിലിങ്ങൽ, ES ഖാദർ, RP ജുനൈദ്, RM സിദ്ദീഖ്, VA അഷ്റഫ്, PT ബഷീർ, ലത്തീഫ് കെട്ടുമൽ എന്നിവർ കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി. കാലങ്ങളായിട്ട് നമ്മുടെ ചേറ്റുവ മഹല്ല് ജമാ മസ്ജിദിന്റെ കീഴിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും ജാതി മതങ്ങൾക്ക് അതീതമായി ഇവിടെ വരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അസുര നമസ്കാരത്തിന് ശേഷം വിതരണം ചെയ്യുന്ന ഈ കഞ്ഞിയിൽ ആവശ്യക്കാർക്കെല്ലാം അത് നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിസരത്തുള്ള 4-5 പള്ളികളിൽ എത്തായി അടക്കം, കിഴക്കുംപുറം, നാലുമൂല, അതേപോലെ തന്നെ പടിഞ്ഞാറ് മഹദറ പള്ളി, കടവത്ത് കൊടപ്പള്ളി അടക്കം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ പള്ളികളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതേപോലെ എല്ലാ ദിവസങ്ങളിലും ഈ പരിശുദ്ധ റമദാനിന് 30 ദിവസവും അവിടെ വരുന്ന എല്ലാവർക്കും ജാതി മതങ്ങൾക്കതീതമായി അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും അവർ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ കഞ്ഞി വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഇത് ഇത്ര വിപുലമായി ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ചെയ്യുന്ന എല്ലാ മഹല്ല് നിവാസികളോടും സഹോദരന്മാർ പ്രത്യേകം നന്ദി കൂടി അവസരത്തിൽ ചേർപ്പ് ചേമ്പൻ ജോസഫ് മകൻ ജാക്സൺ നിര്യാതനായി. 29 വയസ്സായിരുന്നു. സംസ്കാരം ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ വെച്ച് നടന്നു.
ചേമ്പൻ ലോനപ്പൻ ജോസഫ്, ജാസ്മിൻ ജോസഫ് എന്നിവർ മക്കളും ജീസൺ, ജിക്സൺ എന്നിവർ സഹോദരങ്ങളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വെങ്ങണശ്ശേരി ഐക്കുന്ന പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. സംപൂജ്യ സ്വാമി പൂമാനന്ദ തീർത്ഥജി മഹാരാജ് ഭദ്രദീപം കൊളുത്തി പൊങ്കാല ഉത്സവം ഉദ്ഘാടനം ചെയ്തു. SKSSF വിഖായ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്നതിനായി ഇഫ്താർ ടെന്റുകൾ ഒരുക്കി. ജില്ലാ സെക്രട്ടറി മുനവർ ഫൈറൂസ് ഹുദവി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഭരണാനുമതി ലഭിച്ചു. CC മുകുന്ദൻ MLAയുടെ 2 പദ്ധതികളിലായാണ് അനുമതി ലഭിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.